29/5/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനു വേണ്ടി ഈശ്വരീയ ധാമത്തിൽ ഇരിക്കുന്നു. ഇത് സത്യത്തിൻ്റെ സംഘമാണ്. ഇവിടെ നിങ്ങൾ പുരുഷോത്തമൻ ആയിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ബാബയേക്കാൾ ഉയർന്നവരാണ്, താഴ്ന്നവരല്ല. എങ്ങനെ? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നില്ല, നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരി ആക്കുന്നു. ഉയർന്നതിലും ഉയർന്ന പിതാവായ ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് നമസ്തേ പറയുന്നു. അതിനാൽ നിങ്ങൾ എന്നെക്കാളും ഉയർന്നവരാണ്. ഞാൻ യജമാനന്മാരായ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ പിന്നെ ഇങ്ങനെയാക്കി മാറ്റുന്ന ബാബയെ അഭിവാദ്യം ചെയ്യുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ബാബ നമസ്തേ എന്ന് റെസ്പോണ്ടും ചെയ്യുന്നില്ല. കാരണം കുട്ടികൾക്കറിയാം, ബാബ നമ്മളെ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയുമാക്കുന്നു, വിശ്വത്തിൻ്റെ അധികാരിയുമാക്കുന്നു. ബാബ ബ്രഹ്മാണ്ടത്തിൻ്റെ മാത്രം അധികാരിയാണ് ആകുന്നത്, വിശ്വത്തിൻ്റെ അധികാരി ആകുന്നില്ല. കുട്ടികളെ ബ്രഹ്മാണ്ടത്തിൻ്റെയും വിശ്വത്തിൻ്റെയും രണ്ടിൻ്റെയും അധികാരിയാക്കുന്നു. അപ്പോൾ പറയൂ, ആരായി വലുത്? കുട്ടികൾ വലുതായില്ലേ? അതിനാൽ കുട്ടികൾ പിന്നെ നമസ്തേ പറയുന്നു. ബാബ അങ്ങ് തന്നെയാണ് നമ്മളെ ബ്രഹ്മാണ്ടത്തിൻ്റെയും വിശ്വത്തിൻ്റെയും അധികാരിയാക്കുന്നത്. അതിനാൽ അങ്ങേക്ക് നമസ്തേ. മുസൽമാന്മാരും വാ അലൈക്കും അസലാം, അസലാം അലൈക്കും എന്ന് പറയുന്നുവല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് ഈ സന്തോഷമുണ്ട്. ആർക്കാണോ നിശ്ചയമുള്ളത്? നിശ്ചയമില്ലാതെ ആർക്കും ഇവിടെ വരാൻ പോലും സാധിക്കില്ല. ഇവിടെ ആര് വരുന്നുവോ അവർക്കറിയാം, നമ്മൾ ഏതെങ്കിലും മനുഷ്യ ഗുരുവിൻ്റെ അടുത്തല്ല പോകുന്നത്. മനുഷ്യ പിതാവിൻ്റെ അടുത്തോ ടീച്ചറിൻ്റെ അടുക്കലോ മനുഷ്യ ഗുരുവിൻ്റെ അടുക്കലോ അല്ല പോകുന്നത്. നിങ്ങൾ വരുന്നത് ആത്മീയ അച്ഛൻ്റെയും ആത്മീയ ടീച്ചറിൻ്റെയും ആത്മീയ സദ്ഗുരുവിൻ്റെയും അടുക്കലാണ്. ആ മനുഷ്യർ അനേകമുണ്ട്. ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പരിചയം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളിലുമുണ്ട്, രചയിതാവിനെയും രചനയെയും ആരും അറിയുന്നില്ല എന്ന്. അറിയാത്തത് കാരണം അവരെ ഓർഫൻ എന്ന് പറയുന്നു. ആരാണോ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഒരേ ഒരു നിരാകാരനാണ്. ആ ഒന്ന് വന്ന് അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാകുന്നു. ഗീതയിൽ കൃഷ്ണന്റെ പേര് പ്രശസ്തമാണ്. ഗീത സർവശാസ്ത്രമയ ശിരോമണിയാണ്, ഏറ്റവും ഉത്തമത്തിലും ഉത്തമം. ഗീതയെ മാതാവും പിതാവും എന്ന് പറയുന്നു. മറ്റേതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ അവയെ മാതാവും പിതാവും എന്ന് പറയുകയില്ല. ശ്രീമദ് ഭഗവത് ഗീത മാതാ എന്ന് മഹിമ ചെയ്യപ്പെടുന്നു. ഭഗവാന്റെ മുഖകമലത്തിൽ നിന്നും പുറപ്പെട്ട ഗീതയുടെ ജ്ഞാനമാണ്. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. അപ്പോൾ ഉയർന്നതിലും ഉയർന്നവനാൽ പാടപ്പെട്ട ഗീത ക്രിയേറ്ററായി. മറ്റെല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റെ ഇലകളാണ്, ക്രിയേഷനാണ്. രചനയിൽ നിന്നും ഒരിക്കലും സമ്പത്ത് ലഭിക്കുകയില്ല. അഥവാ ലഭിക്കുകയാണെങ്കിലും അല്പകാലത്തേക്കാണ്. ഇത്ര അനേകം മറ്റു ശാസ്ത്രങ്ങളുണ്ട്. അത് പഠിക്കുന്നതിലൂടെ അല്പകാലത്തെ സുഖം ലഭിക്കുന്നു, ഒരു ജന്മത്തേക്ക് വേണ്ടി. അത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഓരോ പ്രകാരത്തിലുമുള്ള ഏതെല്ലാം പഠനങ്ങളുണ്ടോ അവ അല്പകാലത്തേക്ക് മനുഷ്യനെ പഠിപ്പിക്കുന്നു. അല്പകാലത്തെ സുഖം ലഭിച്ചു, പിന്നെ അടുത്ത ജന്മത്തിൽ രണ്ടാമതും പഠനം പഠിക്കേണ്ടി വരും. ഇവിടെയാണെങ്കിൽ ഒരു നിരാകാരനായ ബാബ തന്നെയാണ് 21 ജന്മത്തേക്ക് സമ്പത്ത് നൽകുന്നത്.
ഒരു മനുഷ്യനും നൽകുവാൻ സാധിക്കില്ല. അവർ ചില്ലിക്കാശിന് വിലയില്ലാത്തവർ ആക്കുന്നു. ബാബ പൗണ്ടാക്കുന്നു, അതായത് മൂല്യമുള്ളവരാക്കുന്നു. ഇപ്പോൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളെല്ലാം ഈശ്വരൻ്റെ കുട്ടികളാണല്ലോ. സർവ്വവ്യാപി എന്ന് പറയുന്നതിലൂടെ അർത്ഥം യാതൊന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാവരിലും പരമാത്മാവ് ഉണ്ടെങ്കിൽ പിന്നെ ഫാദർഹുഡ് ആകുന്നു. ഫാദർ മാത്രമാണ് ഉള്ളതെങ്കിൽ പിന്നെ സമ്പത്ത് എവിടെ നിന്ന് ലഭിക്കുവാനാണ്? ആരുടെ ദുഃഖം ആര് ഹരിക്കും? ബാബയെ തന്നെയാണ് ദുഃഖഹർത്ത സുഖകർത്ത എന്ന് പറയുന്നത്. ഫാദർ തന്നെയാണ് എന്നതിന് യാതൊരു അർത്ഥവുമില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് രാവണ രാജ്യമാണ്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചിത്രങ്ങളിലും സ്പഷ്ടമായി കാണിച്ചിരിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ബാബ പുരുഷോത്തമനാക്കുന്നതിനായി വന്നിരിക്കുകയാണ്. ഇതുപോലെ ബാരിസ്റ്റർ ആകാനും ഡോക്ടർ ആകാനുമുള്ള പഠനം പഠിക്കുന്നു, അതിലൂടെ പദവി നേടുന്നു. ഈ പഠിത്തത്തിലൂടെ നമ്മൾ ഇന്നയാളാകും എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾ സത്യത്തിൻ്റെ സംഘത്തിലിരിക്കുന്നു, അതിലൂടെ നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകുന്നു. സത്യധാമം രണ്ടുണ്ട്, ഒന്ന് സുഖധാമം, രണ്ടാമത് ശാന്തിധാമം. ഇത് ഈശ്വരൻ്റെ ധാമമാണ്. ബാബ രചയിതാവാണല്ലോ. ആരാണോ ബാബയിലൂടെ മനസ്സിലാക്കി സമർത്ഥരായി മാറുന്നത്, അവരുടെ കർത്തവ്യമാണ് സേവനം ചെയ്യുക എന്നത്. ബാബ പറയും, നിങ്ങളിപ്പോൾ മനസ്സിലാക്കി സമർത്ഥരായിരിക്കുന്നു. അപ്പോൾ ശിവന്റെ ക്ഷേത്രത്തിൽ പോയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അവരോട് പറയൂ, ശിവനിൽ ഫലവും പുഷ്പവും വെണ്ണയും നെയ്യും എരിക്കിൻ പൂവും റോസാ പുഷ്പവും ഇങ്ങനെ വെറൈറ്റിയായവ എന്തുകൊണ്ട് അർപ്പിക്കുന്നു? കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ എരിക്കിൻ പൂവ് അർപ്പിക്കുന്നില്ല. അവിടെ വളരെ നല്ല സുഗന്ധ പുഷ്പങ്ങളാണ് കൊണ്ടുപോകുന്നത്. ശിവന്റെ മുന്നിൽ എരിക്കിൻ്റെ പുഷ്പവും റോസാ പുഷ്പവും അർപ്പിക്കുന്നു. അർത്ഥം യാതൊന്നും അറിയുന്നില്ല. ഈ സമയം കുട്ടികളായ നിങ്ങളെ ബാബയാണ് പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. മുഴുവൻ ലോകത്തിലും മനുഷ്യർ പഠിപ്പിക്കുന്നു. നിങ്ങളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും മനുഷ്യനെ ഭഗവാൻ എന്ന് ഒരിക്കലും പറയുന്നില്ല. ലക്ഷ്മി നാരായണന്മാരെയും ഭഗവാൻ എന്നല്ല, അവരെ ദേവീ ദേവത എന്നാണ് പറയുന്നത്. ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും ദേവത എന്ന് പറയും. ഭഗവാൻ ഒരു ബാബയാണ്. അതുതന്നെയാണ് സർവ ആത്മാക്കളുടെയും പിതാവ്. എല്ലാവരും പറയുന്നുമുണ്ട്, ഹേ പരംപിത പരമാത്മ എന്ന്. ആ ഒന്നിൻ്റെ സത്യമായ നാമമാണ് ശിവൻ. നിങ്ങൾ കുട്ടികൾ സാലിഗ്രാമാണ്. പണ്ഡിതന്മാർ രുദ്രയജ്ഞം രചിക്കുമ്പോൾ ശിവന്റെ വളരെ വലിയ ലിംഗം ഉണ്ടാക്കുന്നു. ചെറിയ ചെറിയ സാലിഗ്രാമം ഉണ്ടാക്കുന്നു. സാലിഗ്രാം എന്ന് ആത്മാവിനെയാണ് പറയുന്നത്. ശിവൻ എന്ന് പരമാത്മാവിനെ പറയുന്നു. അത് എല്ലാവരുടെയും പിതാവാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ബ്രദർഹുഡ് എന്ന് പറയുന്നുമുണ്ട്. ബാബയുടെ കുട്ടികളായ നമ്മൾ സഹോദരങ്ങളാണ്. പിന്നെ സഹോദരി സഹോദരൻ എങ്ങനെയായി? പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ പ്രജകൾ രചിക്കപ്പെടുന്നു. അവരാണ് ബ്രാഹ്മണരും ബ്രാഹ്മണിമാരും. നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. അതിനാൽ BK എന്ന് പറയപ്പെടുന്നു. ശരി, ബ്രഹ്മാവിന് ആരാണ് ജന്മം നൽകിയത്? ഭഗവാൻ. ബ്രഹ്മ വിഷ്ണു ശങ്കർ ഇതെല്ലാം ക്രിയേഷനാണ്. സൂക്ഷ്മവദനത്തിൻ്റെയും രചനയുണ്ടായി. ബ്രഹ്മമുഖ കമലത്തിലൂടെ കുട്ടികളായ നിങ്ങൾ വരുന്നു. ബ്രാഹ്മണിമാർ എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ ബ്രഹ്മമുഖ വംശാവലികൾ അഡോപ്റ്റഡ് ആണ്. പ്രജാപിത ബ്രഹ്മാവ് കുട്ടികൾക്ക് എങ്ങനെ ജന്മം നൽകും? തീർച്ചയായും അഡോപ്റ്റ് ചെയ്യും. ഏതുപോലെ ഗുരുവിൻ്റെ ഫോളോവേഴ്സ് അഡോപ്റ്റഡ് ആകുന്നു, അവരെ ശിഷ്യന്മാർ എന്ന് പറയും. അപ്പോൾ പ്രജാപിത ബ്രഹ്മാവ് മുഴുവൻ ലോകത്തിൻ്റെയും പിതാവായി. ആ ഒന്നിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണല്ലോ വേണ്ടത്.
സൂക്ഷ്മവദനത്തിലും ബ്രഹ്മാവുണ്ട്. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ എന്ന് മഹിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സൂക്ഷ്മവദനത്തിൽ പ്രജകൾ ഉണ്ടായിരിക്കുന്നില്ല. പ്രജാപിത ബ്രഹ്മാവ് ആരാണ്? ഇതെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ബ്രാഹ്മണരും സ്വയം ബ്രഹ്മാവിൻ്റെ സന്താനമാണ് എന്ന് പറയുന്നു. ഇനി ബ്രഹ്മാവ് എവിടെയാണ്? നിങ്ങൾ പറയും ഇവിടെ ഇരിക്കുകയാണ് എന്ന്. അവർ പറയും മുൻപ് ഉണ്ടായിരുന്ന ശേഷം പോയി എന്ന്. അവർ പിന്നെ സ്വയം തന്നെ പൂജാരി ബ്രാഹ്മണൻ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിലാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ പരസ്പരം സഹോദരി സഹോദരന്മാരായി. ശിവബാബ ബ്രഹ്മാവിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. പറയുന്നു, ഞാൻ ഈ വൃദ്ധ ശരീരത്തിൽ പ്രവേശിച്ച് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. മനുഷ്യനെ ദേവതയാക്കി മാറ്റുക എന്നത് ഏതെങ്കിലും മനുഷ്യൻ്റെ ജോലിയല്ല. ബാബയെയാണ് രചയിതാവ് എന്ന് പറയുന്നത്. ഭാരതവാസികൾക്കറിയാം, ശിവജയന്തിയും ആഘോഷിക്കുന്നു. ശിവനാണ് പിതാവ്. ദേവീ ദേവന്മാർക്ക് ഈ രാജ്യം ആരാണ് നൽകിയത് എന്ന് മനുഷ്യർക്കറിയില്ല. സ്വർഗത്തിൻ്റെ രചയിതാവ് പരമാത്മാവാണ്. ആ ഒന്നിനെ പതീത പാവനൻ എന്ന് പറയുന്നു. ആത്മാവ് വാസ്തവത്തിൽ പവിത്രമാണ്. പിന്നെ സതോ രജോ തമോയിലേക്ക് വരുന്നു. ഈ സമയം കലിയുഗത്തിൽ എല്ലാവരും തമോ പ്രധാനമാണ്. സത്യയുഗത്തിൽ സതോ പ്രധാനമായിരുന്നു. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. 2500 വർഷം ദേവതമാരുടെ ഡിനൈസ്റ്റി നടന്നു. അവരുടെ സന്താനങ്ങളും രാജ്യം ഭരിച്ചുവല്ലോ. ലക്ഷ്മി നാരായൺ ദ ഫസ്റ്റ്, ദി സെക്കൻഡ്, ഇങ്ങനെ തുടർന്നു വരുന്നു. മനുഷ്യർക്ക് ഈ കാര്യങ്ങളുടെ യാതൊരു അറിവുമില്ല. ഈ സമയം എല്ലാവരും തമോ പ്രധാനവും പതീതവുമാണ്. ഇവിടെ പാവനമായ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവുക സാധ്യമല്ല. എല്ലാവരും വിളിക്കുന്നുണ്ട്, ഹേ പതീത പാവന വരൂ. അപ്പോൾ പതീത ലോകമായില്ലേ? ഇതിനെ തന്നെയാണ് കലിയുഗമെന്നും നരകമെന്നും പറയുന്നത്. പുതിയ ലോകത്തെ സ്വർഗമെന്നും പാവന ലോകമെന്നും പറയുന്നു. പിന്നെ എങ്ങനെ പതീതമായി? ഇത് ആരും അറിയുന്നില്ല. ഭാരതത്തിൽ ഒരു മനുഷ്യൻ പോലും തൻ്റെ 84 ജന്മങ്ങളെ അറിയുന്നില്ല. മനുഷ്യൻ മാക്സിമം 84 ജന്മങ്ങളാണ് എടുക്കുന്നത്. മിനിമം ഒരു ജന്മം. ഭാരതത്തെ അവിനാശി ഖണ്ഡമായി കണക്കാക്കുന്നു. കാരണം ഇവിടെ തന്നെയാണ് ശിവബാബയുടെ അവതരണം ഉണ്ടാകുന്നത്. ഭാരതഖണ്ഡം ഒരിക്കലും വിനാശമാവുകയില്ല. ബാക്കി ഏതെല്ലാം അനേകം ഖണ്ഡങ്ങളുണ്ടോ അവയെല്ലാം വിനാശമാകും. ഈ സമയം ആദി സനാതന ദേവീ ദേവതാ ധർമ്മം പ്രായലോപം ആയിരിക്കുന്നു. ആരും തന്നെ സ്വയം ദേവത എന്ന് പറയപ്പെടുന്നില്ല. കാരണം ദേവതമാർ സതോ പ്രധാനവും പാവനവുമായിരുന്നു. ഇപ്പോഴാകട്ടെ എല്ലാവരും പതീതവും പൂജാരിയും ആയിരിക്കുന്നു. ഇതും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭഗവാൻ വാച ആണല്ലോ. ഭഗവാൻ സർവരുടെയും പിതാവാണ്. ആ ഒന്ന് ഒരു തവണയാണ് ഭാരതത്തിൽ വരുന്നത്. എപ്പോഴാണ് വരുന്നത്? പുരുഷോത്തമ സംഗമയുഗത്തിൽ. ഈ സംഗമയുഗത്തെയാണ് പുരുഷോത്തമം എന്ന് പറയുന്നത്. ഇതാണ് കലിയുഗത്തിൽ നിന്നും സത്യയുഗവും പതീതത്തിൽ നിന്നും പാവനവും ആകുന്നതിൻ്റെ സംഗമയുഗം. കലിയുഗത്തിൽ വസിക്കുന്നത് പതീത മനുഷ്യരാണ്. സത്യയുഗത്തിൽ പാവന ദേവതമാരാണ്. അതിനാൽ ബാബ വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്ന ഇതിനെ പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയും പുരുഷോത്തമനും ആകുന്നതിന് വേണ്ടിയാണ്. മനുഷ്യർ ഇതും അറിയുന്നില്ല. നമ്മൾ ആത്മാക്കൾ നിർവാണധാമത്തിൽ വസിക്കുന്നു. അവിടെ നിന്നും പാട്ട് അഭിനയിക്കുവാനായി വരുന്നു. ഈ നാടകത്തിൻ്റെ ആയുസ് 5000 വർഷമാണ്. നമ്മൾ ഈ പരിധിയില്ലാത്ത നാടകത്തിൽ പാട്ട് അഭിനയിക്കുന്നു. ഇത്രയും മനുഷ്യർ മുഴുവനും പാട്ടുധാരിയാണ്. ഈ ഡ്രാമയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും
നിലയ്ക്കുവാൻ പോകുന്നില്ല. ആദ്യം ഈ നാടകത്തിൽ സത്യയുഗത്തിൽ പാട്ട് അഭിനയിക്കുവാനായി ദേവീദേവന്മാർ വരുന്നു. പിന്നീട് ത്രേതയിൽ ക്ഷത്രിയർ. ഈ നാടകത്തെയും അറിയണമല്ലോ. ഇതാണ് മുള്ളുകളുടെ കാട്. എല്ലാ മനുഷ്യരും ദുഃഖിതരാണ്. കലിയുഗത്തിനു ശേഷം പിന്നീട് സത്യയുഗം വരുന്നു. കലിയുഗത്തിൽ അനേകം മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ എത്രയുണ്ടാകും? വളരെ കുറച്ച്. ആദി സനാതന സൂര്യവംശി ദേവീദേവന്മാർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ പഴയ ലോകം ഇപ്പോൾ മാറേണ്ടതുണ്ട്. മനുഷ്യ സൃഷ്ടിയിൽ നിന്നും വീണ്ടും ദേവതമാരുടെ സൃഷ്ടി ഉണ്ടാകും. ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വയം തന്നെ ദേവത എന്ന് പറയില്ല. തൻ്റെ ധർമ്മത്തെ തന്നെ മറന്നുപോയി. ഈ ഭാരതവാസികൾ തന്നെയാണ് തങ്ങളുടെ ധർമ്മത്തെ മറന്നുപോയത്. ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നത് കാരണം ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. ദേവതമാർ പാവനമായിരുന്നു, ഇവർ പതീതമാണ്. അതിനാൽ സ്വയം തന്നെ ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. ദേവതമാരുടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വയം പാപിയും താഴ്ന്നതുമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെ പൂജ്യരായിരുന്നു, പിന്നെ നിങ്ങൾ തന്നെ പൂജാരിയും പതീതവുമായിരിക്കുന്നു. ഹംസോ എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. അവർ പറയുന്നു, ആത്മാവ് തന്നെ പരമാത്മാവ്. ഇത് അസത്യമായ അർത്ഥമാണ്. അസത്യ ശരീരം, അസത്യ മായ. സത്യയുഗത്തിൽ ഇങ്ങനെ പറയില്ല. സത്യഖണ്ഡം ബാബ സ്ഥാപിക്കുന്നു. പിന്നെ അസത്യഖണ്ഡം രാവണൻ ഉണ്ടാക്കുന്നു. ഇതും ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ഇതും ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, ആത്മാവായ നിങ്ങൾ ബിന്ദുവാണ്. നിങ്ങളിൽ 84 ജന്മങ്ങളുടെയും പാർട്ട് അടങ്ങിയിരിക്കുന്നു. നമ്മൾ ആത്മാവ് എങ്ങനെയാണ് എന്നതും ആരും അറിയുന്നില്ല. ഞാൻ ബാരിസ്റ്ററാണ്, ഇന്നയാളാണ് എന്നതറിയുന്നു. ബാക്കി ആത്മാവിനെ ഒരാൾ പോലും അറിയുന്നില്ല. ബാബ തന്നെ വന്ന് തിരിച്ചറിവ് നൽകുന്നു. നിങ്ങളുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അവിനാശിയായി അടങ്ങിയിരിക്കുകയാണ്. അത് ഒരിക്കലും വിനാശമാവുകയില്ല. ഈ ഭാരതം ഗാർഡൻ ഓഫ് ഫ്ലവർ ആയിരുന്നു. സുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ദുഃഖം മാത്രമാണുള്ളത്. ബാബ ഈ അറിവ് നൽകുന്നു. കുട്ടികളായ നിങ്ങൾ ബാബയിലൂടെ ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു. ഏറ്റവും പുതിയ കാര്യമാണ് നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാകണം. നിങ്ങൾ അറിയുന്നുണ്ട്, മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനുള്ള പഠനം ഏതെങ്കിലും മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്, ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ആ ഭഗവാനെ സർവവ്യാപി എന്ന് പറയുന്നത് അപമാനിക്കലാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു, രാവണൻ നരകമാക്കി മാറ്റുന്നു. ഈ കാര്യങ്ങൾ ലോകത്തിൽ മറ്റാരും അറിയുന്നില്ല. ബാബ തന്നെ വന്ന് നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ഇങ്ങനെ മഹിമയുമുണ്ട്. വിസർജ്യത്താൽ മലിനമായ വസ്ത്രത്തെ കഴുകുന്നതായി. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അത് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. ഇപ്പോൾ വികാരി ലോകമാണ്. പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. നമ്മളെ രാവണൻ പതീതമാക്കിയിരിക്കുന്നു. എന്നാൽ രാവണൻ എപ്പോൾ വന്നു, എന്തുണ്ടായി എന്ന് അറിയുന്നില്ല. രാവണൻ എത്ര ദരിദ്രമാക്കിയിരിക്കുന്നു. ഭാരതം 5000 വർഷങ്ങൾക്ക് മുമ്പ് എത്ര സമ്പന്നമായിരുന്നു. സ്വർണത്തിൻ്റെയും വജ്ര വൈഡൂര്യങ്ങളുടെയും കൊട്ടാരമുണ്ടായിരുന്നു. എത്ര ധനമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തവസ്ഥയാണ്? അതും ബാബയ്ക്കല്ലാതെ ശിരസിലെ കിരീടമാക്കി മാറ്റുവാൻ മറ്റാർക്കും സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ശിവ് ബാബ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ വാനപ്രസ്ഥയാണ്. ഇപ്പോൾ തിരിച്ചു പോകേണ്ടതുണ്ട്.
അതിനാൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങൾ ഭസ്മമാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണനാണ്. സ്വയം ഭഗവാൻ നമ്മെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിൻ്റെ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കണം. പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷോത്തമൻ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. മൃത്യു മുന്നിൽ നിൽക്കുന്നു. വീട്ടിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ ബാബയുടെ ഓർമ്മയിലൂടെ സർവ പാപങ്ങളും ഭസ്മമാക്കണം. വരദാനം: നോളജ് ആകുന്ന താക്കോലിലൂടെ ഭാഗ്യത്തിൻ്റെ അക്ഷയ ഖജനാവ് പ്രാപ്തമാക്കുന്ന സമൃദ്ധരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ എല്ലാ കുട്ടികൾക്കും ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നോളജ് ആകുന്ന താക്കോൽ ലഭിക്കുന്നു. ഈ താക്കോൽ തിരിക്കൂ. എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ഭാഗ്യത്തിൻ്റെ ഖജനാവ് നേടൂ. താക്കോൽ ലഭിച്ചു സമൃദ്ധമായി. ആര് എത്ര സമൃദ്ധമാകുന്നുവോ അത്രയും സന്തോഷം സ്വതവേ നിലനിൽക്കുന്നു. സന്തോഷത്തിൻ്റെ അരുവി അക്ഷയമായി അവിനാശിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് പോലെയുള്ള അനുഭവമുണ്ടാകുന്നു. അവർ സർവ ഖജനാവുകളാലും നിറഞ്ഞവരും സമൃദ്ധവുമായി കാണപ്പെടുന്നു. അവരുടെ അടുക്കൽ ഒരു പ്രകാരത്തിലുമുള്ള അപ്രാപ്തി ഉണ്ടായിരിക്കുന്നില്ല. സ്ലോഗൻ: ബാബയോട് കണക്ഷൻ ശരിയാക്കി വയ്ക്കൂ, എങ്കിൽ സർവശക്തികളുടെയും കറണ്ട് വന്നുകൊണ്ടേയിരിക്കും. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. എത്ര പവിത്രതയുണ്ടോ അത്രയും ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്. അഥവാ പവിത്രത കുറവാണെങ്കിൽ പേഴ്സണാലിറ്റി കുറവാണ്. ഈ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി സേവനത്തിലും സഹജമായി സഫലത നേടിത്തരുന്നു. എന്നാൽ അഥവാ ഒരു വികാരത്തിൻ്റെയെങ്കിലും അംശമെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് കൂട്ടാളികളും അതിൻ്റെ കൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇതുപോലെ പവിത്രതയ്ക്ക് സുഖവും ശാന്തിയുമായി ആഴമേറിയ സംബന്ധമുണ്ട്. അതേപോലെ അപവിത്രതയ്ക്കും 5 വികാരങ്ങളുമായി ആഴത്തിലുള്ള സംബന്ധമുണ്ട്. അതിനാൽ ഒരു വികാരത്തിൻ്റെയും അംശം പോലും ഉണ്ടായിരിക്കരുത്. അപ്പോൾ പവിത്രതയുടെ പേഴ്സണാലിറ്റിയിലൂടെ സേവനം ചെയ്യുന്നവർ എന്ന് പറയും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ
ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.